BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഇടപ്പള്ളി മുതൽ അരൂർ വരെ 18 കിലോമീറ്ററിലെ എലവേറ്റഡ് ഹൈവേ പദ്ധതി നീളുന്നു. പദ്ധതിക്കായി NHA ആദ്യം തയ്യാറാക്കിയ പദ്ധതി രേഖ പുതുക്കുന്നത് നീളുന്നതാണ് പ്രധാന കാരണം. 2022 പദ്ധതി രേഖ തയ്യാറാക്കിയത്. 30-35 മിനിറ്റിൽ എത്തിച്ചേരാവുന്ന ഇടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള 18 കിലോമീറ്റർ ദൂരം ഇപ്പോൾ താണ്ടാൻ തിരക്കേറിയ സമയങ്ങളിൽ 2 മണിക്കൂറിലേറെ എടുക്കും. ഇടപ്പള്ളിയിലെയും പാലാരിവട്ടത്തെയും വൈറ്റ്ലയിലെയും കുണ്ടന്നൂരിലെയും എല്ലാം മേൽപ്പാലം പണിതിട്ടും രക്ഷയില്ലാത്ത ഗതാഗത കുരുക്കാണ് പ്രധാന കാരണം. മണ്ഡലത്തിലെ പ്രധാന പാതയിലെ ഗതാഗത പ്രശ്നത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി ഹൈബീഡൻ MP NHAക്ക് കത്തയച്ചതോടെയാണ് 2022 നവംബറിൽ NHA ആദ്യ DPR തയ്യാറാക്കലിലേക്ക് കടന്നത്. ആകാശപാത പണിയുടെ സ്ഥലത്ത് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ സംസ്ഥാന സർക്കാരിന് ബാധ്യതകളില്ല. ദേശീയപാത അതോറിറ്റി മുൻകൈയെടുത്താൽ പാത സജ്ജമാകും. യാഥാർത്ഥ്യമായാൽ ഇടപ്പള്ളി കടന്ന് തെക്കൻ ജില്ലകളിലേക്ക് പോകുന്നവർക്ക് ഗതാഗത കുരുക്കിൽ കുടുങ്ങാതെ ദൂരം താണ്ടാനും സാധിക്കും. കാഞ്ഞൂരിൽ പ്രമുഖ ബ്രാൻഡുകളുടെ വ്യാജ സിഗരറ്റുകളുടെ വൻ ശേഖരം പിടികൂടി. രഹസ്യവൃത്തി തുടർന്നാണ് നെടുമ്പാശ്ശേരിയിലെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പരിശോധന നടത്തിയത്. സംഭരണ കേന്ദ്രം നടത്തിയിരുന്ന യുവാക്കൾ കസ്റ്റംസിന്റെ റെയ്ഡിന് പിന്നാലെ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. മഞ്ജേഷ്, അൽത്താഫ് എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. ഇരുവരും നെടുമ്പാശ്ശേരി സ്വദേശികളാണെന്നാണ് റിപ്പോർട്ടുകൾ. അനധികൃതമായി എത്തിച്ച പുകയില ഉൽപ്പന്നങ്ങളുടെ വലിയ ശേഖരം ഇവിടെ കണ്ടെത്തി. ഇതിനു പുറമെയാണ് വലിയ സിഗരറ്റ് ബ്രാൻഡുകളുടെ വ്യാജ പതിപ്പുകൾ ഇവിടെ നിന്ന് കണ്ടെടുത്തത്. ഈ സിഗരറ്റുകളുടെ ശേഖരവും ഉണ്ടായിരുന്നു. കഞ്ചാവ് പൊതിയാനുള്ള റാപ്പും പാൻ മസാല ഉൽപ്പന്നങ്ങളും കണ്ടെടുത്തു. ചേർത്തല SN കോളേജ് ബോട്ടണി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും കവയത്രിയുമായ ഡോക്ടർ സിബി നിലിനയുടെ പുസ്തകം R കൃഷ്ണകുമാർ പ്രകാശനം ചെയ്തു. പ്രൊഫസർ CM മാത്യു ഏറ്റുവാങ്ങി. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി പ്രസിഡന്റ് EN നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. MG യൂണിവേഴ്സിറ്റി കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഡോക്ടർ CM ശ്രീജിത്ത്, പ്രൊഫസർ ശാന്ത M മാത്യു, പ്രൊഫസർ ഡോക്ടർ മാണി വർഗീസ്, ജിജോ ജോർജ്, ഡോക്ടർ നിലീന, സുബിത് സൂര്യൻ എന്നിവർ സംസാരിച്ചു. പനയപ്പള്ളി ശാഖായോഗം വാർഷിക പൊതുയോഗം കൊച്ചി യൂണിയൻ പ്രസിഡന്റ് MK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി യൂണിയൻ സെക്രട്ടറി ഷൈൻ കൂട്ടുങ്കൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൌൺസിലർമാരായ AB ഗിരീഷ്, EV സത്യൻ, യൂത്ത് മൂവ്മെന്റ് നേതാക്കളായ ശ്യാം പ്രസാദ്, അജയ് ഘോഷ്, ഗൗതമൻ റോഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നിയുക്ത പ്രസിഡന്റ് അനിൽകുമാർ സംസാരിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ഒറ്റതിരിഞ്ഞു നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ യോഗം ശക്തമായി പ്രതിഷേധിച്ചു. പനയപ്പള്ളി ശാഖ ജനറൽ സെക്രട്ടറിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. ലോക പൈതൃക ടൂറിസം ആപ്പിൽ ഇടം പിടിച്ച ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി മേഖലകൾ സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ശുചിമുറി സൗകര്യങ്ങൾ ഇല്ലാത്തത് വിനയാകുന്നു. സഞ്ചാരികൾ ഹോട്ടലുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. ഫോർട്ട് കൊച്ചി കടപ്പുറത്തും പരിസര പ്രദേശങ്ങളിലും ആവശ്യത്തിന് ശുചിമുറികളില്ല. സഞ്ചാരികളുടെ പറുദീസയായി മുൻകാലങ്ങളിൽ വിശേഷിപ്പിച്ചിരുന്ന ഫോർട്ട് കൊച്ചി മഹാത്മാഗാന്ധി ബീച്ച് മേഖലയിലാണ് ഈ അവസ്ഥ. കടപ്പുറത്തുണ്ടായ നഗരസഭയുടെ ശുചിമുറി വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. കടപ്പുറത്തിന് സമീപത്തായി പരേഡ് മൈതാനത്തിന് പടിഞ്ഞാറുള്ള കൊച്ചി ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി ശുചിമുറിയാകട്ടെ മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. കുട്ടികളുടെ പാർക്കിലെ കൊച്ചി നഗരസഭയുടെ ശുചിമുറിയും മാസങ്ങളായി അടഞ്ഞുകിടപ്പാണ്. ഇരുകൂട്ടരും ശുചിമുറി തുറക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്. കടപ്പുറത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാറി ഫോർട്ട് കൊച്ചി ബസ് സ്റ്റാൻഡിൽ ശുചിമുറി ഉണ്ടെങ്കിലും വൃത്തിഹീനമാണെന്നാണ് പരാതി. കടപ്പുറത്തും പരിസരത്തും ആളുകൾ ഇപ്പോൾ റോഡരികിലാണ് കാര്യങ്ങൾ സാധിക്കുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് ഒരു തരത്തിലും സൗകര്യമില്ലാത്ത അവസ്ഥയാണ്. ഫോർട്ട് കൊച്ചി ഗാമ സ്ക്വയറിൽ ദുർഗന്ധം മൂലം നിൽക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പല പ്രധാനപ്പെട്ട പരിപാടികളും നടക്കുന്ന വാസ്കോഡ ഗാമ സ്ക്വയറിലെ സ്റ്റേജിന്റെ പിറകുവശം ഇപ്പോൾ ഏതാണ്ട് ഒരു ശുചിമുറി പോലെയായി മാറിയിരിക്കുന്ന അവസ്ഥയിലുമാണ്. ഇവിടെ പരിപാടി മൂക്കുപൊത്തിയല്ലാതെ ഇരിക്കുവാൻ പോലും സാധിക്കുന്നില്ല. കോടിക്കണക്കിന് രൂപയാണ് വികസന പ്രവർത്തനങ്ങൾക്കായി ഇവിടെ ഉപയോഗിക്കുന്നത്. പാപ്പ സ്ക്വയർ സ്ഥിതി ചെയ്യുന്ന ഒഴിഞ്ഞ ഭാഗത്ത് ആധുനിക സംവിധാനങ്ങളോടെ ശുചിമുറി നിർമ്മിച്ചാൽ ഇത് വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുണകരമായി മാറുമെന്നിരിക്കെ അധികൃതർ ഇതൊന്നും ചെയ്യാതെ കോടികൾ നശിപ്പിക്കുകയാണ്.
കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്ക് കേന്ദ്ര മന്ത്രിസഭ അടിയന്തരമായി അനുമതി നൽകണമെന്ന് കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടതായി സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് ന്യൂഡൽഹി കേരള ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പാർലമെന്റ് ഹൌസിൽ വെച്ചാണ് കേന്ദ്ര വ്യവസായ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിക്കേഷൻ ട്രസ്റ്റിന്റെ ബോർഡ് 2022 ഡിസംബർ 14 3815 കോടിയുടെ ഈ പദ്ധതി അംഗീകരിച്ചതാണ്. എന്നാൽ 1.5 വർഷമായിട്ടും കേന്ദ്ര മന്ത്രിസഭ ഇതിനുള്ള അനുമതി നൽകിയിട്ടില്ല. ഇതാണ് ഗൗരവമായ പ്രശ്നം. സാമ്പത്തികമായ പരിമിതികൾക്കിടയിലാണ് ഈ ഫ്ലാഷിംഗ് പദ്ധതിക്കായി കേരളം 1194 കോടി രൂപ ചെലവഴിച്ച് 1,152 ഏക്കർ ഭൂമി ഏറ്റെടുത്തത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നതായി മന്ത്രി പി രാജീവ് പറഞ്ഞു. കേരളത്തിന്റെ വ്യവസായ മേഖലയിലെ മുന്നേറ്റത്തിനും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും ഏറെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി. ഇതിനായി പാലക്കാട് ജില്ലയിൽ പുതുശ്ശേരി, കണ്ണമ്പ്ര മേഖലകളിലായി സംസ്ഥാനം ഭൂമി ഏറ്റെടുത്ത് 10 മാസം കൊണ്ട് റെക്കോർഡ് വേഗത്തിലാണ്. വ്യവസായ ഇടനാഴിക്കായി ഏറ്റവും വേഗത്തിൽ സ്ഥലം ഏറ്റെടുത്ത സംസ്ഥാനമാണ് കേരളമെന്ന് കേന്ദ്ര വ്യവസായ മന്ത്രിയും മറ്റ് മന്ത്രിമാരും അഭിനന്ദിച്ചതാണ്. സംസ്ഥാനത്തിനായി കിൻഫ്രയും കേന്ദ്രത്തിനായി നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിക്കേഷൻ ട്രസ്റ്റും ചേർന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന് ഭൂമി കൈമാറാനുള്ള തീരുമാനവും എടുത്തുകഴിഞ്ഞു. ജലമലിനീകരണവും മത്സ്യക്കുരുതിയും തുടർക്കഥയായ പെരിയാറിൽ മാലിന്യമൊഴുകുന്നവരുടെ പേരിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് കഴിഞ്ഞ 4 വർഷത്തിനിടെ 1 രൂപ പോലും പിഴ ഈടാക്കിയിട്ടില്ല. മാലിന്യമൊഴുകുന്നുവെന്ന് തെളിഞ്ഞ കമ്പനികൾക്കെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. PCBയുടെ കൊച്ചി ഓഫീസിന് കീഴിൽ 7856 വ്യവസായ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുഴ മലിനമാക്കിയതായുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2020 ഏപ്രിൽ 1 മുതൽ 2024 മെയ് വരെ ഒരു സ്ഥാപനങ്ങളിൽ നിന്നും നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കിയിട്ടില്ലെന്നും PCB എൻവയോൺമെന്റൽ എഞ്ചിനീയർ വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. PCB ഉദ്യോഗസ്ഥർ ഇക്കാലയളവിൽ നടത്തിയ പരിശോധനകളുടെ ഫയലുകളിൽ ഒന്നിലും മലിനീകരണത്തിന്റെ പേരിൽ ഏതെങ്കിലും സ്ഥാപനത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് മറുപടിയിൽ പറയുന്നു. പൊതുപ്രവർത്തകനായ രാജു വാഴക്കാലയാണ് വ്യവസായശാലകൾക്കെതിരെയുള്ള നടപടികളുടെ വിവരങ്ങൾ ആരാഞ്ഞ PCBയെ സമീപിച്ചത്. പെരിയാറിലെ മത്സ്യക്കുരുതിക്കും ജലമലിനീകരണത്തിനും കാരണം വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളാണെന്നും കൊച്ചി സർവകലാശാല, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ സ്ഥാപനങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. 2016 ദേശീയ ഹരിത ട്രിബ്യൂണൽ നടത്തിയ പഠനത്തിൽ പെരിയാർ തീരത്തെ വ്യവസായ മേഖലയിൽ കൃത്യമായ മലിനീകരണ നിയന്ത്രണ സംവിധാനമില്ലെന്നും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അങ്കമാലിയിൽ വ്യാജ മദ്യം പിടികൂടി. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന് പിറകുവശത്തെ വീടിന്റെ ടെറസിൽ നിന്നാണ് മദ്യം പിടികൂടിയത്. ചാരായവും മാറ്റുപകരണങ്ങളും വാഷും പിടികൂടിയിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.